ഹലോ മക്കളെ, ഇന്ന് നമ്മൾ സ്വദേശ് മേഘ ക്വിസിൻ്റെ സ്കൂൾ തലം LP ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കുന്നത്. മക്കൾ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ആൻസർ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. ഏത് വർഷമാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്? 1889. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര? 52 സെക്കൻഡ്. നാലാമത്തെ ക്വസ്റ്റ്യന്, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര്? കേളപ്പൻ. 5. ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത്? ആൻസർ ഗുജറാത്തി. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ സി രാജഗോപാലാചാരി. 7. കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏതാണ്? 8. ഏത് വർഷമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്? 1857. 2024 കേരളശ്രീ അവാർഡ് നേടിയ കായിക താരമാര്? ആൻസർ സഞ്ജു സാംസൺ. അദ്ദേഹം ക്രിക്കറ്റ് താരമാണ്. 10. ആടുജീവിതം എന്ന കൃതി രചിച്ചതാരാണ്? ആൻസർ ബെന്യാമിൻ. ആടുജീവിതം എന്ന സിനിമയിൽ അഭിനയിച്ച നടനാരാണ്? പൃഥ്വിരാജാണ് അല്ലേ. 11ാമത്തെ ക്വസ്റ്റ്യന്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നത് ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. 12ാമത്തെ ക്വസ്റ്റ്യന്, വിഴിഞ്ഞം തുറമുഖം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ തിരുവനന്തപുരം. 13. നാം ചെങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ കെ തായാട്ട്. 4. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഡൽഹി. 15. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നത് ആരുടെ യഥാർത്ഥ പേരായിരുന്നു? ആൻസർ താന്തിയ തൊപ്പി. 16. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ജവഹർലാൽ നെഹ്റു. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ തീവണ്ടിയിൽ നിന്ന് ഇറക്കിവിട്ട സ്റ്റേഷൻ ഏത്? ആൻസർ പീറ്റർ മാരിറ്റ് സ്പർഗ് സ്റ്റേഷൻ. 18. ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തിയ ഇന്ത്യക്കാരനാര്? ആൻസർ ശുഭാംശു ശുക്ല. രണ്ടാമതായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരനാണ് അല്ലേ. ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മ. നമ്പർ 19. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ആൻസർ ആനി ബസന്റ്. ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റിനെ ചോദിക്കുകയാണെങ്കിൽ സരോജിനി നായിഡു. 20ാമത്തെ ക്വസ്റ്റ്യന്, എനിക്കു ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കുമെന്ന് എനിക്കറിയാം. 1941 ജനുവരി 15 AICC മുമ്പാകെ പ്രസംഗിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ആൻസർ ജവഹർലാൽ നെഹ്റു. ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 1. ഗാന്ധിജിയുടെ സമരമാർഗം ഏതായിരുന്നു? ആൻസർ സത്യാഗ്രഹം. 2. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ സംസ്ഥാനം? രാജസ്ഥാൻ. 3. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സാലിം അലി. അപ്പോൾ കേരളത്തിൻ്റെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ദുചൂടൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് KK നീലകണ്ഠൻ. എന്നോട് കണക്റ്റായിട്ട് പറയുന്നതൊക്കെ മക്കൾ എഴുതിയെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് LSS ക്ലാസ്സിനൊക്കെ ഉപകാരപ്പെടും. LSS ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഓക്കെ, നെക്സ്റ്റ്, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണ ദൗത്യത്തിന് നൽകിയ പേരെന്ത്? ആൻസർ ഓപ്പറേഷൻ സിന്ദൂർ. CH പ്രതിഭ ക്വിസ്, അക്ഷരമുറ്റം, സഹപാഠി അറിവുത്സവം ക്വിസിൻ്റെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നൽകൂട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ മക്കൾ എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.